ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ചിക്കൻ ബിരിയാണിയൊക്കെ തോറ്റു പോകും ഇതിൻ്റെ മുന്നിൽ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കപ്പോൾ മനസ്സിലാവും ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂണ് വിനീഗറും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ 1/2 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതിയാക്കിയാൽ മതി കേട്ടോ. അതുപോലെ ഞാൻ 3/4 കിലോ റൈസിൻ്റെതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 3/4 കിലോ ചെമ്മീൻ എടുത്താലും കുഴപ്പമില്ല. ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം, ഇതിലോട്ട് നല്ലോണം പിടിക്കാനായിട്ട്. എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനൊരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, തൊലിയൊക്കെ കളഞ്ഞിട്ട്. അതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ ചെറിയ പീസസ് ആയിട്ടുള്ള ജിഞ്ചർ 3 പീസ് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് എന്ന സൈസിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. അതുപോലെ 5ഓ 6ഓ പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് 2ആയി കീറിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ, സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ അതേപടി ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇതിൻ്റെ മൂടിയിൽ വന്ന് കിടക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് ആ മൂടിയിലുള്ളതൊക്കെ മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കണ്ടേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി റിമൂവായി കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു സെയിം ബ്ലെൻഡറിലോട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം പുതിന ഇല എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ട് വെച്ചത്. അതുപോലെ 1 കപ്പോളം മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ അതിൽ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ മതിയാകും. അപ്പോൾ ഞാനിത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ആ ഒരു മുന്നിട്ട് നിൽക്കുന്നതൊന്നുമില്ല. ഈ ഒരു പുതിന അതുപോലെ മല്ലിയിലൊക്കെ നല്ല പാകത്തിന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ നന്നായി ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ബാലൻസ് ഉള്ളത് സെയിം എണ്ണയിൽ തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കേണ്ടതാണ്. ഇതിലോട്ട് ചെമ്മീൻ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗം മുരിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ട് പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിത് മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അതിന് പാകത്തിനുള്ള ഒരു പാത്രം വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത ആ ഒരു എണ്ണ കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിപ്പോൾ ഇത്രയും പോരാ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പോഴേക്ക് ഇതിലോട്ട് ഒരു 4 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അങ്ങനെ മൊരിച്ചെടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാനും ലെയറിലിട്ട് കൊടുക്കാൻ അങ്ങനെയൊന്നും മൊരിച്ചെടുത്തിട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു 1-2 സവാള അങ്ങനെ മൊരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പക്ഷേ ഞാനിതൊരു തട്ടിക്കൂട്ടൽ പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ബിരിയാണിയാണ്, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഒരു ഇഞ്ചി വെളുത്തുള്ളി കൂട്ട് ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ബിരിയാണി മസാല പൗഡർ, ഹോം മെയ്ഡ് ബിരിയാണി മസാല പൗഡറാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു പുതിന മല്ലിയില ആ ഒരു കൂട്ട് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ടാണ് ടൊമാറ്റോ ചേർക്കുന്നത് കേട്ടോ. പൊടികളൊക്കെ ടൊമാറ്റോ ചേർക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും നമുക്ക്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. ഈ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടിയിട്ട് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറയാറുണ്ട്, ചെമ്മീൻ ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലൊക്കെ. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ചേർത്തിട്ട് ഇതിന് ഉടഞ്ഞ് വെന്ത് ഒരു പേസ്റ്റ് പരുവത്തിലാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. മൂടി വെച്ചിട്ടാണെങ്കിലും കൂടെ തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു മസാലയൊക്കെ ചെമ്മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ചെമ്മീനിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആ ചെമ്മീനിലോട്ടൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റൈസ് ചേർത്തിട്ട് ദം ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 80% വേവ് എന്ന രീതിയിൽ വേവിച്ചെടുക്കുക. അതുപോലെ ഞാൻ വാർത്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. 3/4 കിലോ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 3 കപ്പോളം വരും. അതുപോലെ ബാസ്മതി റൈസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ അരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ. നിങ്ങൾക്ക് ബാസ്മതി റൈസ് എടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പാലിൽ ഒരിച്ചിരി ഫുഡ് കളർ ചേർത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഓപ്ഷണലാണ്, ചേർത്തില്ലാലും കുഴപ്പമില്ല കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സവാള ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുകളിലിട്ട് കൊടുക്കാം. നല്ല ഭംഗിയാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ടൽ എന്ന രീതിയിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇനി കുറച്ചൊന്ന് നെയ്യൊന്ന് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണ് അത്രയും മതി. അപ്പോൾ എല്ലാം ആയി. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് ഈ ഒരു ചെമ്മീൻ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.